നമുക്കറിയാം ഇസ്രയേലും അതുപോലെ ഹമാസും തമ്മിലുള്ള 2 വർഷത്തെ യുദ്ധം ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഈജിപ്തിൽ ഒപ്പുവെച്ചതോടുകൂടി ഇരുവിഭാഗവും ഒപ്പുവെച്ചതോടുകൂടി യുദ്ധത്തിന് വിരാമമായിരിക്കുകയാണ്. വെടിനിർത്തൽ ഇസ്രയേലി മന്ത്രിസഭ അംഗീകരിച്ചതോടുകൂടി ഇന്നലെ രാവിലെ മുതൽ, അതായത് വെള്ളിയാഴ്ച രാവിലെ മുതൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇസ്രയേലി സേന ഗാസയിൽ നിന്ന് പിന്മാറുന്ന രംഗങ്ങൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടു. 24 മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സേന എഗ്രിമെന്റിൽ പറഞ്ഞ ലൈനിലേക്ക് പിൻവാങ്ങുമെന്നാണ് ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഇസ്രയേൽ സേന പിൻവാങ്ങുന്നു. അതോടൊപ്പം തന്നെ ഗാസയിലെ തെക്കൻ ഗാസയിലേക്ക് ജീവനും കൊണ്ട് ഓടിയ ഗാസക്കാരായ സാധാരണക്കാർ വടക്കൻ ഗാസയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചകളും അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. തങ്ങൾ വടക്കൻ ഗാസയിലേക്ക് വന്നു നോക്കുമ്പോൾ, വടക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലേക്ക് വന്നു നോക്കിയപ്പോൾ ഒന്നും അവശേഷിച്ചിട്ടില്ല അവിടെ എന്നാണ് ഇന്നലെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അത്തരത്തിലാണ് 2 വർഷം കൊണ്ട് ഇസ്രയേൽ അവിടെ ചെയ്തു വെച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു യുദ്ധമല്ല. അതായത് ഹമാസിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലാതാക്കാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത് വംശഹത്യയാണെന്നും അതുപോലെ തന്നെ ഗാസയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന പ്രക്രിയയാണ് ഇസ്രയേലും അതുപോലെ ഭീകരവാദിയായ ബെഞ്ചമിൻ നെതന്യാഹുവും അവിടെ ചെയ്തത് എന്ന് ലോകത്തിന് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗാസയിലെ 92% ബിൽഡിങ്ങുകളും അവർ പൊളിച്ചു കഴിഞ്ഞു. അതുപോലെ സാധാരണക്കാരെ വീടുകളും മറ്റുമൊക്കെ തകർത്തു കളഞ്ഞു. അതുപോലെ തന്നെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ബാക്കി വെക്കാത്ത രീതിയിലേക്ക് ഗാസയെ മാറ്റിയെടുക്കുക, അതുപോലെ സാധാരണക്കാരെ കൊന്നു തീർക്കുക, ഇത്തരത്തിലുള്ള ഒരു വിഷയമാണ് അവർ ഇതുവരെ അവിടെ ചെയ്തത്. ഒരു സാധാരണ രീതിയിലുള്ള ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു യുദ്ധമായിരുന്നുവെങ്കിൽ ഇത്രക്ക് പരിക്ക് ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പറ്റില്ലായിരുന്നു എന്ന് നമുക്കറിയാം. ഏതായാലും ഈ വടക്കൻ ഗാസയിലെ ജനങ്ങൾ വന്നു നോക്കുമ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വളരെ വിപുലമായി അന്തർദേശീയ മാധ്യമങ്ങൾ ഗാസക്കാർ ഒന്നായി വടക്കൻ ഗാസയിലേക്ക് നീങ്ങുന്ന വീഡിയോകളും പിക്ചറുകളും പങ്കുവച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് നെതന്യാഹു തൻ്റെ ഭീഷണി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെയാണ്, ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് നെതന്യാഹു ഇന്നലെ പറഞ്ഞത് ഈസിയായി നമ്മളുടെ നെഗോഷിയേഷൻ ടീം ഒപ്പുവെച്ച ഈസിയായി ഈ കരാറുകൾ പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള ഒരു ഭീഷണിയാണ് നെതന്യാഹു മുഴക്കിയിരിക്കുന്നത്. ആരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്നും ഏതു ലേഖകനാണ് എഴുതിയതെന്നും അടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നെതന്യാഹുവിനെ ലോകത്തിന് വിശ്വാസമില്ല. ഈ യുദ്ധം ബന്ദികളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കരാറുകളെയും ലംഘിക്കപ്പെടുകയും അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്രയേലി ജനങ്ങൾ പോലും. പിന്നെ ലോകത്തിൻ്റെ മറ്റ് ഭാഗത്തുള്ള ആളുകളെ പറയാനില്ല. ആർക്കും തന്നെ വിശ്വാസമില്ലാത്ത ഒരു ഭരണാധികാരിയായി, ലോകത്താൽ വെറുക്കപ്പെട്ട ഒരു ഭരണാധികാരിയായി ബെഞ്ചമിൻ നെതന്യാഹു മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഖലീലുൽ ഹയ്യ, അതായത് ഹമാസിൻ്റെ നെഗോഷിയേഷൻ ടീമിന് നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ ഇസ്രയേൽ ഖത്തറിൽ വെച്ച് ടാർഗറ്റ് ചെയ്യപ്പെട്ട, കൊല്ലാൻ ശ്രമിച്ച, അതിനെ അതിജീവിച്ച ഖലീലുൽ ഹയ്യ എന്ന ഹമാസിൻ്റെ നേതാവ് പറയുന്നത് അമേരിക്ക കൃത്യമായ ഒരു ഉറപ്പ് തുടർന്നും ഈ വെടിനിർത്തൽ, ഈ യുദ്ധം ഉണ്ടാകുകയില്ലെന്നും, ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് പൂർണ്ണമായ ഗാസ യുദ്ധ വിരാമമാണെന്നും ഇനി ഗാസയിൽ യുദ്ധമേ ഉണ്ടാവുകയില്ലെന്ന ഉറപ്പ് അമേരിക്ക കൊടുത്തിട്ടുണ്ടെന്നും, അതുപോലെ മധ്യസ്ഥ രാജ്യങ്ങളൊക്കെയും മധ്യസ്ഥരിൽ നിന്ന് ഞങ്ങൾക്ക് ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നുമാണ് ഖലീലുൽ ഹയ്യ ഇന്നലെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു കരാറിലേക്ക് ഹമാസ് എത്താനുണ്ടായ സാഹചര്യവും കാരണവും എന്ന് പറയുന്നത്. കാരണം അവർ ഈ നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇസ്രയേലിനെ വിശ്വാസമില്ലെന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും
ഇസ്രയേൽ ഇത്തരത്തിലുള്ള എല്ലാ കരാറുകൾക്കും ലംഘനം നടത്തിക്കൊണ്ട് വീണ്ടും യുദ്ധം ആരംഭിക്കുകയും മറ്റുമൊക്കെ കരാറുകൾ ലംഘനം നടത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അവർ മുൻകൂട്ടി ഈ വിഷയം പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ടാണ് US അത്തരത്തിലൊരു ഉറപ്പ് കൊടുത്തിട്ടുള്ളതും എന്നുള്ളതാണ്. ഏതായാലും അമേരിക്കക്ക് പോലും ഇസ്രയേലിനെ വിശ്വാസമില്ല എന്നുള്ളതാണ്. കാരണം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇസ്രയേൽ ഈ കരാറുകളൊക്കെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ അമേരിക്കൻ സൈനികരായ 200ഓളം സൈനികർ ഇസ്രയേലിൽ എത്തുകയും ആ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവർ ഗാസയുടെ മണ്ണിലേക്ക് അവർ കയറില്ല, എന്നാൽ ഇസ്രയേലിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മണ്ണിൽ നിന്നുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രയേലികൾക്കോ അമേരിക്കക്കാർക്കോ അതുപോലെ തന്നെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ നെതന്യാഹുവിനെ വിശ്വാസമുള്ളതായിട്ട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ ഹമാസ് പിടിവാശി പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്കിനി യുദ്ധമുണ്ടാവുകയില്ലെന്ന് ഉറപ്പ് കിട്ടണം, അതിന് ഗ്യാരണ്ടി വേണമെന്ന് പിടിവാശി പിടിച്ചതുകൊണ്ട് ഈ വിഷയം, അതായത് ഞങ്ങളുടെ സൈനികർ വന്ന് അത് ഉറപ്പുവരുത്തുമെന്നുള്ള രീതിയിലുള്ള മറുപടി ഒരുപക്ഷെ US കൊടുത്തത് കൊണ്ടുമായിരിക്കാം ഇത്തരത്തിൽ അമേരിക്കൻ സേന ഇസ്രയേലിൽ വരുന്നതും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും ഇസ്രയേൽ നടപ്പിൽ വരുത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഈ ഒരു തീരുമാനമെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി 24 മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് ആ പറഞ്ഞ ലൈനിലേക്ക് പിന്മാറുകയും 72 മണിക്കൂറിന് ശേഷം ഹമാസ് അവരുടെ ബന്ദികളെ ഇസ്രയേലിന് കൈമാറുകയും ചെയ്യും എന്നുള്ളതാണ് കരാറിലുള്ളത്. അപ്രകാരമാണെങ്കിൽ നമുക്കറിയാം, ഈ കരാർ പറയുമ്പോൾ തന്നെ ഹമാസ് ഈ ബന്ദികളെ ഇസ്രയേലിന് കൈമാറുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ ഒരു പബ്ലിക്കായ ഒരു പ്രോഗ്രാമും ഉണ്ടാവാൻ പാടില്ലെന്ന് ഇസ്രയേൽ അതിൽ ഗ്യാരണ്ടി വെച്ചു, അതിൽ ഉപാധി വെച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഇസ്രയേലിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു വിഷയമായിരുന്നു ഹമാസ് പബ്ലിക്കായി ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളെയും അവിടെ അനുവദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബന്ദികളെ കൈമാറുന്ന സമയത്ത് ബന്ദികൾ എത്ര ആരോഗ്യവാന്മാരാണെന്ന് ലോകം അറിയുന്നു, അവർ ഈ സന്തോഷത്തിലാണ് ജീവിച്ചതെന്നും അവർ സന്തോഷവാന്മാരായാണ് ഹമാസിൽ നിന്ന് കൈമാറപ്പെടുന്നതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ കാണുന്നു. അവർ സന്തോഷത്തോടു കൂടി പ്രതികരിക്കുന്നു. പലരും ഹമാസിനെ മുത്തം വെച്ച് പോലും പോകുന്ന കാഴ്ചകൾ ലോകം കണ്ടിട്ടുള്ളതാണ്. ഇത് അവരുടെ ഇസ്രയേലിൻ്റെ പ്രൊപ്പഗണ്ടയ്ക്ക് എതിരാണ്. കാരണം ഹമാസ് ഒരു സ്വാതന്ത്ര്യ സേനാനികളല്ലെന്നും ഹമാസ് ഒരു വലിയ തീവ്രവാദികളാണെന്നും അവർ ഞങ്ങളുടെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി വ്യഭിചരിക്കുകയാണെന്നും അതുപോലെ അനാവശ്യമായി കൊല്ലുകയാണെന്നും ഒക്കെയുള്ള, ആക്രമിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കത്തിച്ച് കൊല്ലുകയാണ് എന്നൊക്കെയുള്ള വലിയ ഈ ഒക്ടോബർ 7-നെ സംബന്ധിച്ച് ലോകത്തുണ്ടാക്കിയ വലിയ ഒരു പ്രൊപ്പഗണ്ടയുണ്ട് ഈ ഇസ്രയേലും അമേരിക്കയും. അതിന് തികച്ചും വിപരീതമായാണ് ഈ ഹോസ്റ്റേജസ് അവരിലേക്ക് വന്നപ്പോൾ അവർ ഇസ്ലാമിക രീതിയിൽ അവരെ ആനയിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും അവർ ഹോസ്റ്റേജസ് കണ്ട് ഹമാസിന്റെ കൂടെ ദിവസങ്ങളോളം ജീവിച്ച പാരമ്പര്യം അവർക്കുള്ളത് കൊണ്ട് അവർ തികച്ചും ഹാപ്പിയാണെന്നത് ലോകം കാണുകയാണ്. ഇത് അവരുടെ പ്രൊപ്പഗണ്ടയ്ക്ക് എതിരാണ്. അപ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞങ്ങൾ കളവ് ലോകത്തൊട്ടാകെ യൂറോപ്പിലും മറ്റും പരസ്യപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള സത്യങ്ങൾ പുറത്തു വരുന്നതിന് അത് ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ ഇനി പരസ്യമായ ഒരു പരിപാടിയുമില്ലാതെ ഞങ്ങളെ ബന്ദികളെ കൈമാറണമെന്ന് അന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. അന്ന് തന്നെ നെതന്യാഹുവിന് വളരെ ദേഷ്യം പിടിച്ച ഒരു വിഷയമായിരുന്നു പരസ്യമായി ബന്ദികളെ കൈമാറി എന്നുള്ള ഒരു വിഷയം. ഏതായാലും ലോകം കരുതിയതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ലോകത്തെ പല ആളുകളും പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ സമാധാന സേനകളും അതുപോലെ സമാധാന പ്രേമികളൊക്കെ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും യുദ്ധം ആരംഭിക്കും, ഇത് വെറും ബന്ദികളെ കിട്ടാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു നാടകമാണെന്നും ഒരുപക്ഷെ ചതിക്കുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ലോകത്തുണ്ട്. അത്തരത്തിൽ അതിനെ ഒന്നുകൂടി ഒരു അർത്ഥവത്താക്കുന്ന രീതിയിലാണ്
ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇന്നലത്തെ ഭീഷണി എന്ന് പറയാതെ വയ്യ. ഏതായാലും രണ്ടാം ഘട്ട ചർച്ചയും നമുക്കറിയാം വളരെ കൈപ്പേറിയതും മറ്റുമായിരിക്കും. കാരണം ഒരു ഗോളുകളും അച്ചീവ് ചെയ്യാൻ സാധിക്കാതെയാണ് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് വരെയായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹമാസിനെ തീർച്ചയായും ഹമാസിനെ ഇല്ലാതാക്കാൻ പോയിട്ട് ഹമാസിൻ്റെ ശക്തി കുറക്കുവാൻ പോലും ഇസ്രയേൽ സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു വലിയ ദൗർലഭ്യമാണ്. ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് തെളിയിക്കാൻ അവർ പല അക്രമങ്ങളും നെയ്ബറായിട്ടുള്ള പല രാജ്യങ്ങളിലും ചെയ്യുമ്പോൾ അവർക്ക് ഒരു സംഘടനയെ പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ അവരുടെ ഒരു കഴിവില്ലായ്മയായി അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അതുപോലെ മറ്റു വിഷയങ്ങൾ, ഈ ബന്ദികളെ ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവരും, അങ്ങനെ തുടങ്ങിയുള്ള ഗാസയിൽ നിന്ന് ഇനി ഒരിക്കലും ഒരു ഭീഷണിയും ഇല്ലാത്ത വിധം ഗാസയെ മാറ്റുമെന്ന്, ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പ്രത്യേകമായി ഈ പ്രധാനപ്പെട്ട അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാതെയാണ് അവർ ഗാസയിൽ നിന്ന് മടങ്ങുന്നത്. അത് IDF-നും ഇസ്രയേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മടക്കമാണ് അവർ ഇപ്പോൾ ഗാസയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിലുള്ള ഭീഷണികളും മറ്റുമായി മുന്നോട്ട് വരും. അതിനിടക്ക് ഒരു വലിയ വാർത്ത വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖലീലുൽ ഹയ്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ദോഹയിലേക്ക് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി ഖത്തറിനെ ആര് തൊട്ട് കഴിഞ്ഞാലും അത് അമേരിക്ക ഏറ്റെടുക്കും, ഖത്തറിൻ്റെ അത്തരത്തിലുള്ള ഒരു കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഖത്തറി എയർഫോഴ്സിന് അമേരിക്കയിലെ മൗണ്ടെയിൻ ഹോം എയർഫോൺ ബേസിൽ ഖത്തറി അമീരി ഫോഴ്സിന് ഒരു താവളമൊരുക്കുകയും അങ്ങനെ ഖത്തറി അമീരി എയർഫോഴ്സിന് F-15 യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാർക്കും ഒരു സംഘത്തിന് തന്നെ അവിടെ സൈനിക പരിശീലനം നൽകുമെന്നും അതിനുള്ള അംഗീകാരം പെൻറ്റഗൺ അനുവദിച്ചെന്നും ഒക്കെയുള്ള വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ ഈ ഖത്തരി പ്രതിരോധ മന്ത്രിയും അതുപോലെ പെൻറ്റഗൺ വക്താവും ഈ ഒരു വിഷയത്തിൽ ഒപ്പുവെച്ചതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഖത്തറിനെ കൂടുതൽ ശക്തരാക്കുകയും ഖത്തരി എയർഫോഴ്സിനെ കൂടുതൽ ശക്തിയുള്ളവരാക്കി മാറ്റുക, അതുവഴി ഖത്തറിൻ്റെ പ്രതിരോധത്തിൽ അവർക്ക് തന്നെ വിശ്വാസ്യത ഉണ്ടാക്കുക, ഇത്തരമുള്ള വിഷയങ്ങളാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കലോടുകൂടി അത് അമേരിക്കക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. അമേരിക്കയുടെ നാറ്റോ ഇതര സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ഖത്തറിനെ അമേരിക്കയുടെ തന്നെ ഒരു സഖ്യരാജ്യമായ ഇസ്രയേൽ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കരാറുകളും സംഗതികളൊക്കെ അമേരിക്ക ചെയ്യുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും വരും ദിവസങ്ങളിൽ ഗാസ യുദ്ധത്തിൻ്റെ വെടിനിർത്തൽ കരാറുകളും അതുപോലെ തന്നെ ബന്ദികളെ കൈമാറുന്നതും അതുപോലെ തന്നെ ഇസ്രയേൽ ഇത് ഏത് രീതിയിൽ കരാറുകളൊക്കെ ലംഘിക്കാതെ നടപ്പിൽ വരുത്തും, ഗാസയിലേക്ക് എയ്ഡുകൾ കടത്തിവിടുന്നതിൽ നിയന്ത്രണമുണ്ടാകുമോ, 600ഓളം ട്രക്കുകൾ ദിവസവും കടത്തിവിടാനാണ് ഇപ്പോൾ ഇസ്രയേൽ സമ്മതിച്ചതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ വിഷയത്തിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇസ്രയേൽ വീഴ്ച കാണിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.